ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയിൽ വലിയ കുതിച്ചുചാട്ടമാണ് അടുത്ത കാലത്തായിട്ട് ഉണ്ടായിരിക്കുന്നത്. അത് സൈനിക മേഖലയിലായിക്കോട്ടെ, മറ്റേ സാങ്കേതിക രംഗത്തിൻ്റെ വളർച്ചയുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാം ഉണ്ടാകുന്നുണ്ട്. ചൈന പോലും നമ്മുടെ സാങ്കേതിക രംഗത്തെ വളർച്ചയെ അഭിനന്ദിക്കുന്നില്ല ഇപ്പോൾ. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അടയാളമാണ് ഇന്ന് വളരെ സന്തോഷത്തോടെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. ജാക്ക് മാ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ലോകത്തിലെ വ്യവസായ ഭീമന്മാരുടെ കണക്കെടുക്കുമ്പോൾ, ആസ്തി കണക്കാക്കുമ്പോൾ, അങ്ങനെയാണല്ലോ വ്യവസായ ഭീമൻ ആര്, നമ്പർ 1 ആര്, നമ്പർ 2, ലോകത്തിലെ നമ്പർ 1 മുതലാളിമാരുടെ കണക്കെടുക്കുമ്പോൾ കഠിനാധ്വാനം കൊണ്ടും വ്യവസായം കൊണ്ടും വളർന്ന ലോകോത്തരമായി എത്തി നിൽക്കുന്ന ഒരു വലിയ വ്യവസായിയുടെ പേരാണ് ജാക്ക് മാ. ജാക്ക് മാ ആലിബാബ ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടില്ല, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ചൈനയിൽ നിന്ന് വ്യവസായം കൊണ്ട് വളർന്നു വന്ന, ഇപ്പോൾ നമ്മൾ എലൻ മസ്കിനോടും ഒക്കെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം. പക്ഷേ വലിയ സന്മനസ് കാണിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇന്ത്യയെ സാഗൂതം വീക്ഷിക്കുന്നു, ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെ വളരെ അടുത്ത് നിന്ന് കാണുന്നു, അതിനെ ആഴത്തിൽ അറിഞ്ഞിട്ട് അദ്ദേഹം ലോകത്തോട് പറയുന്നു, ഇനിയുള്ള കാലം സാങ്കേതിക പുരോഗതി അമേരിക്കയുടേതല്ല, ഈവൻ ചൈനയുടേത് പോലുമല്ല എന്ന് പറഞ്ഞാൽ ഇനിയുള്ള പുരോഗതി ഇന്ത്യയുടേതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ലോക സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഇങ്ങനെ ഏതാനും ദശകങ്ങൾ കൂടുമ്പോൾ മാറി വരും. ഒരു കാലത്ത് നമ്മൾ യൂറോപ്പിലേക്കാണ് നോക്കിയിരുന്നത്, പുരോഗതിയുടെ അടയാളമായിട്ട് നമ്മളെപ്പോഴും പാരീസിലേക്ക്, ലണ്ടനിലേക്ക് ഒക്കെയാണ് നോക്കിയിരുന്നത്. അത് അതിവേഗത്തിൽ മാറിയില്ലേ, അത് അതിവേഗം അമേരിക്കയിലെത്തി. അമേരിക്കൻ സാങ്കേതിക പുരോഗതിയുടെ അടയാളമായിട്ട് നമ്മൾ കാണുന്നത് സിലിക്കൺ വാലിയാണ്. സിലിക്കൺ വാലി എന്ന് പറയുന്ന അവിടുത്തെ ഒരു വിഖ്യാതമായ സിറ്റിയാണല്ലോ, അറിയാം, കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോക്ക് അടുത്ത് ഒരു വലിയ നഗരമാണ്. സമ്പൂർണമായും സാങ്കേതിക നഗരം, ടെക്നിക്കൽ സിറ്റിയാണല്ലോ അത്. അവിടെയാണ് ഗൂഗിള്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെയാണ് അലൻ മസ്കിൻ്റെ സാമ്രാജ്യമാണത്. ഗൂഗിൾ അവിടെയാണ്, ഫേസ്ബുക്ക് അവിടെയാണ്, ഈ പറഞ്ഞ എല്ലാ സംഗതികളും അവിടെയാണ്, NVIDIA അവിടെയാണ്, എല്ലാ സംഗതികളും അവിടെയാണല്ലോ. ഈ വമ്പിച്ച സാങ്കേതികമായി നമ്മൾ ഇന്ന് കേൾക്കുന്ന ആപ്പിള് അവിടെയാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന പുരോഗതിയുടെ എല്ലാ വാക്കുകളും, ലോകത്തിൻ്റെ ഐക്കണായി മാറിയ എല്ലാ വാക്കുകളും സിലിക്കൺ വാലിയാണ്. എന്നിട്ട് ആ സിലിക്കൺ വാലിയിൽ നിന്ന് പതുക്കെ അത് ചൈനയിലേക്ക് മാറി. ഇപ്പോൾ ബീജിങ്ങിലാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാ പുതിയ ഉപകരണങ്ങളും എടുക്കുമ്പോൾ, എന്ത് ഉപകരണം നമ്മുടെ മാർക്കറ്റിൽ, ലോകത്തിലെ ഏത് മാർക്കറ്റിൽ ചെന്നാലും ഓഫ് കോഴ്സ് അവിടെ ഒരു ചൈനീസ് മാർക്കറ്റ് ഉണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ കോമൺ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഏത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും അവിടുത്തെ ഏത് ഉൽപ്പന്നത്തിൻ്റെ ഷോറൂമിൽ പോയാലും നമുക്കൊരു ചൈനീസ് ഉൽപ്പന്നമായിരിക്കും ആദ്യം എടുത്തു തരിക. എന്നുവെച്ചാൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന മട്ടിലാണ് അത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ജാക്ക് മാ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നില്ല, അതിവേഗത്തിലാണ്, ഏതാനും ദശകങ്ങൾ കൊണ്ട് ഈ ടെക്നിക്കൽ ക്യാപിറ്റൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോ ക്യാപിറ്റൽ, അതായത് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ചൈനയിലെത്തുന്നു. പക്ഷേ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയട്ടെ, ഇത് ബീജിങ്ങിൽ നിന്ന് ലോകത്തിൻ്റെ ടെക്നോ ക്യാപിറ്റൽ ഏതാനും ഇന്ത്യൻ സിറ്റികളിലേക്ക് മാറാൻ പോകുന്നു അടുത്ത ദശകങ്ങളിൽ. ഏതാ ഇന്ത്യൻ സിറ്റി എന്ന് പറയുമോ? ഒന്ന് അദ്ദേഹം പറയുന്നത് ഹൈദരാബാദാണ്, 2 ബാംഗ്ലൂരാണ്, 3 പൂനെയാണ്. ഇനി ഞങ്ങളൊക്കെ ലോകത്തിലെ സാങ്കേതിക വിദ്യയിൽ കൗതുകമുള്ള എല്ലാവരും ഇന്ത്യയിലേക്ക് നോക്കി തുടങ്ങുന്ന ഒരു ദശകം പറഞ്ഞിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? ജാക്ക് മാ ആണ് പറയുന്നത്. ഇന്ത്യക്ക് ഇതിനേക്കാൾ വലിയൊരു പുരോഗതി കിട്ടാനില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങളുണ്ട്. വളരെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പുരോഗതി അതിജീവിക്കുമെന്ന്, ഞങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും, അതിജയിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ വളരെ ശാസ്ത്രീയമായൊരു അനാലിസിസാണ്. അദ്ദേഹം പറയുന്നത് ഈ ഞങ്ങളുടെ പുരോഗതി, അമേരിക്കൻ സാങ്കേതിക വിദ്യക്കും ചൈനീസ് സാങ്കേതിക വിദ്യക്കും 2 പരിമിതിയുണ്ട്. ഒന്ന്, അമേരിക്കൻ ഏതാണ് പുതിയ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം? സാങ്കേതിക ലോകത്തെ ഏറ്റവും പുതിയ സമ്പാദ്യം AI ആണ്. AIയുടെ തന്നെ ഏതാണ് AIയുടെ സ്വത്ത് എന്താണ്? സ്വർണം എന്താണ്? പണ്ട് സ്വർണ്ണമായിരുന്നു. ലോകത്തിൻ്റെ പുരോഗതിയുടെ സമ്പദ്ഘടനയുടെ അടിത്തറ സ്വർണ്ണമാണല്ലോ. നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണ്ണമാണ് ഇന്ത്യയുടെ നാണയ മൂല്യമൊക്കെ തീരുമാനിക്കുക. ഇപ്പോൾ സ്വർണ്ണമല്ല. ആ ഇപ്പോഴത്തെ സ്വർണം, ഏറ്റവും പുതിയ സ്വർണം നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ സ്വർണ്ണ ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതല്ല, മൈൻസ്. ഇപ്പോഴത്തെ സ്വർണം AI ആണ്. അത് മൈൻസിൽ നിന്നല്ല, മൗസിൽ നിന്നാണ്, മൗസിലൂടെയാണ്. അത് വളരെ മനോഹരമായ പ്രയോഗമല്ലേ? അത് നമ്മുടെ ക്ലൗഡ്സിലൂടെയാണ്. ആലോചിച്ച് നോക്കൂ, ക്ലൗഡ്സിലൂടെയാണ്, ക്ലിക്കിലൂടെയാണ്. മനോഹരമായ ചില റൈമിക് പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിലൂടെ ആണെങ്കിൽ AI സാങ്കേതിക വിദ്യ ആണ് ഏറ്റവും പുതിയ സ്വത്ത്. ആ സ്വത്തിൻ്റെ സ്വർണം എന്താണ്? ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലോകത്തെ സമ്പത്തിനെ, ഏറ്റവും പുതിയ ലോകത്തെ സ്വർണത്തിനെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ, അതുപയോഗിച്ച് വളരുന്ന കാര്യത്തിൽ
അമേരിക്കയെയും ഞങ്ങളെക്കാളും അമേരിക്കയെക്കാളും ചൈനയെക്കാളും നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് അതാണ് ജാക്മാ വിശദീകരിക്കുന്നത്. അതിൻ്റെ കാരണം, ഒന്ന്, അമേരിക്കൻ ഡാറ്റയ്ക്ക് ഒരു പരിമിതിയുണ്ട്. എന്താണെന്നറിയോ? അമേരിക്കയിൽ ആകെ 34 കോടി ജനങ്ങളെ ഉള്ളൂ. ഒരു പരിമിതി എന്നുവെച്ചാൽ ഇന്ത്യയോ 142 കോടി, ഏതാണ്ട് 4 ഇരട്ടിയിലേറെ ജനസംഖ്യയുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾക്ക് അമേരിക്കക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയ കിട്ടാവുന്ന ഡാറ്റ ഈ 34 കോടിയുടെയാണ്. നമുക്കോ 142 കോടി. അതിൻ്റെ വൈവിധ്യം അതിൻ്റെ വൈപുല്യം വളരെ വലുതാണ്, അതിൻ്റെ അപാരമാണ്. ഒന്ന്. രണ്ടാമത്, അമേരിക്കയിലെ ഈ 34 കോടി ജനങ്ങളും ഏതാണ്ട് ഒരേ സൗകര്യത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയിലെ 142 കോടിയും ഒന്നിനൊന്ന് വ്യത്യസ്തമായ സൗകര്യങ്ങളിലാണ്. വളരെ ജീവിക്കാൻ കഷ്ടിച്ച് ഉപജീവനം നടത്തുന്നവർ തൊട്ട് അതിസമ്പന്നന്മാർ വരെയുള്ള ഒരു ജനത. അതാണ് രണ്ടാമത്തെ ഒന്ന്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ചൈനയിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ 142 കോടി ജനങ്ങൾക്കും ഇഷ്ടമുള്ള തരത്തിൽ ചിന്തിക്കാനും ഇഷ്ടമുള്ള തരത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാനും ഇഷ്ടമുള്ള തരത്തിൽ ഭാവന വികസിപ്പിക്കാനുമുള്ള ഫ്രീഡമുണ്ട്. ആ ഫ്രീഡത്തെ പലരും, അദ്ദേഹം പറയുന്നൊരു അതാണ്, ഈ ഫ്രീഡത്തെ, ഇന്ത്യ അനുഭവിക്കുന്ന ഫ്രീഡത്തെ പലരും അനാർക്കി എന്ന് പറയാറുണ്ട്. അനാർക്കി എന്ന് പറഞ്ഞാൽ അവ്യവസ്ഥയാണല്ലോ. എന്നുവെച്ചാൽ വ്യവസ്ഥയില്ല, ആർക്കും എന്തുമാകാം, ഇങ്ങനെ കുത്തഴിഞ്ഞു പോകാമോ എന്നൊക്കെ അമേരിക്കയെയും ചൈനയെയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ജാക്മാ പറയുന്നത് ഈ അനാർക്കിയാണ് നിങ്ങളുടെ വെപ്പൺ. അനാർക്കിക്കുള്ള സൗകര്യം എന്താ? നമ്മളെ ആരും അന്ധമായി നിയന്ത്രിക്കാൻ പോകുന്നില്ല. ആരും നമ്മളെ മേൽ അമിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നില്ല. ഇത് അദ്ദേഹം പറയുന്നത് എന്താ? അമേരിക്കൻ ഡെവലപ്മെൻറ്റിനുള്ള പരിമിതി അതിൻ്റെ എണ്ണത്തിൽ കുറവാണ്, അതിൻ്റെ റേഞ്ചിൻ്റെ കുറവാണ്. വേറൊന്ന്, അത് ഏകദാനമാണ്, യൂണിഫോമാണ്. എല്ലാവരുടെയും കയ്യിലുള്ള ഡാറ്റ, ജീവിത സൗകര്യങ്ങളൊക്കെ യൂണിഫോമാണ്. ഇന്ത്യയുടെ പ്രശ്നം എന്താ? 142 കോടി ജനങ്ങളുണ്ട്. ഇതിൻ്റെ വൈവിധ്യമാണ്. ഒട്ടേറെ തലങ്ങളിൽ പല തരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, അതിജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന മനുഷ്യർ, എന്നിട്ട് അതിജീവിച്ച് വമ്പിച്ച വിജയം നേടിയ മനുഷ്യർ. ഇതൊക്കെ ഡാറ്റയാണ്. അവർ നേടുന്ന ഒരു അത്ഭുതകരമായ വിജയമുണ്ടല്ലോ. ഇന്ത്യക്കാരൻ നേടുന്ന വിജയം അത്ഭുതകരമായ വിജയമാണ്. അത് അമേരിക്കക്കാരൻ്റെ വിജയമല്ല, അവന് ജനിച്ചു വീഴുമ്പോഴേ സൗകര്യങ്ങളുണ്ട്. അല്ല, ഈ അമേരിക്ക ഒരു കാലത്ത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനെ തകർത്തപ്പോൾ പിന്നീട് അമേരിക്കയ്ക്ക് ഒരു കുറ്റബോധം ഉണ്ടായി. ജപ്പാൻ ഇതുപോലെ സാമ്പത്തികമായി വളർത്തിയിരുന്നു, വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഒരു കാലത്ത് ജപ്പാനിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനം. പിന്നീട് ആ ജപ്പാൻ വളരെയധികം സാങ്കേതിക വിദ്യയിൽ സമ്പത്തിൽ വളർന്നു എന്ന് കണ്ടപ്പോൾ അമേരിക്ക തന്നെ ഇടപെട്ട ആ നിക്ഷേപം ചൈനയിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് ചൈന വളരുന്നത്. പക്ഷേ ഈ ചൈനയ്ക്ക് അപ്പുറത്തേക്ക് കപ്പാസിറ്റിയുള്ള വലിയൊരു സമൂഹം യങ്സ്റ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. അതാണ് ഇപ്പം മാഷ് പറയുന്നത് പോലെ യൂത്ത്. അവരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും അവരുടെ കഴിവുകളെ ഉപയോഗിക്കാനും മറ്റു രാജ്യങ്ങളിലേക്ക് പോകണ്ട, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള അവസരമുണ്ടെന്ന് ഭരണകൂടം തെളിയിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഈ പ്രതിരോധ രംഗത്ത്, സൈനിക രംഗത്ത് പോലും ചെറിയ ചെറിയ ഡ്രോണുകൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ അത്ഭുതം സൃഷ്ടിക്കുകയല്ലേ. അതെ, അതാണ് വലിയ അത്ഭുതമാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തുള്ള പരിമിതി എന്താ പറയുക, ചൈനയുടെ പരിമിതി, അതും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണേ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുഴുവനും ട്രില്യനേഴ്സാണ്. എന്നുവെച്ചാൽ അത്ര കോടാനുകോടി സമ്പാദിച്ച വലിയ മുതലാളിമാരാണ്. അതിലൊരാളാണ് ഇദ്ദേഹം. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ പരിമിതി ഞങ്ങൾക്കറിയാം. എന്താ പരിമിതി എന്നറിയോ? ഞങ്ങൾക്ക് ഈ ഫയർവാൾ ഉണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് ഏത് ചെറുപ്പക്കാരൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ഞങ്ങളുടെ റഡാറിൽ അപ്പം പതിയും. അവനെ എപ്പോൾ എവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്ന് മാത്രമല്ല, ഞങ്ങൾ കൊണ്ടുപോയി അനാവശ്യമായിട്ട് ഇവരെയൊക്കെ തടവിലിടുകയും പിടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ചൈനീസ് ഫയർവാൾ ഇന്ത്യക്കാർക്കില്ല. ഇന്ത്യൻ ജനത വളരെ ഓപ്പണാണ്. രണ്ട്, അദ്ദേഹം പറയുന്ന ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് അമേരിക്ക ചിന്തിക്കുന്നത് പോലെ സമ്പന്നന്മാർക്ക് ഇനി എന്ത് പുതിയ സൗകര്യങ്ങൾ വേണമെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. അടിസ്ഥാന വർഗത്തിന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എന്ത് വേണം, ആരോഗ്യരംഗത്ത് എങ്ങനെ വികസനം ഉണ്ടാക്കണം, വിദ്യാഭ്യാസ രംഗത്തിൽ എങ്ങനെ പുരോഗതി വേണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ബൈജൂസ് ആപ്പ് ഉണ്ടല്ലോ, ബൈജൂസ് ആപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസ് റൂമല്ലേ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യരംഗത്തിൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു. നിങ്ങളുടെ ഡാറ്റ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. ഒന്ന്. ഇതിൽ വേറൊരു കാര്യം, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ മോണോപ്പൊളി അല്ല. നിങ്ങളുടെ ഒരു സിസ്റ്റവും മോണോപ്പൊളി അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഈ ചൈനയിലെ ഏറ്റവും വിഖ്യാതമായ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ ഇപ്പോൾ NVIDIA ആയാലും, അമേരിക്കയിലെ NVIDIA ആയാലും ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതൊക്കെ തന്നെ മോണോപ്പൊളിയാണ്.
നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടപ്പ് ഒരു ഇപ്പോൾ NVIDIA ചെയ്യുന്നവർക്ക് NVIDIAക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യൻ മാതൃക അദ്ദേഹം കാണിക്കുന്ന UPI ആണ്. ഇപ്പോൾ യൂണിഫൈ, ഇപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ആണല്ലോ നമ്മൾ ഈ പറയുന്ന UPI. സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക രംഗത്ത് ഇതുണ്ടാക്കിയ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റാർട്ടപ്പ് അല്ല, ഒരു മോണോപ്പൊളി അല്ല. UPI എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മാത്രം നിങ്ങൾ വാങ്ങിക്കൊള്ളുന്നല്ല. UPI ഒരു സാധ്യതയാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒരു ഗൂഗിൾ പേ നമ്മൾ കണ്ടപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി? നമ്മളതിന് ബദൽ എന്നായിരിക്കും ഭാരത് പേ ഉണ്ടാക്കി, PayTM ഉണ്ടാക്കി, ഫോൺ പേ ഉണ്ടാക്കി. UPI എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ അതിനൊരു മോണോപ്പൊളിയാക്കി മാറ്റിയില്ല, ഒരു കമ്പനിയാക്കി സർക്കാർ. അങ്ങനെയല്ലോ, പൊതുമേഖല ഒരു കമ്പനിയാണ് UPI. നമ്മൾ പറയുന്നത് ചെയ്താൽ മതി, അത് കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി എന്നല്ല. UPI ഒരു സാധ്യതയാണ്. നിങ്ങൾക്ക് ആ സാധ്യതക്കകത്ത് ഒരു സിസ്റ്റമാണ്, അതിനകത്ത് എന്തും നിങ്ങൾക്ക് ചെയ്തു കൊള്ളാം, വികസിപ്പിക്കാം. അങ്ങനെ വികസിപ്പിക്കാനുള്ളൊരു മഹാകാശം തുറന്നു കൊടുത്തു എന്ന് പറയുന്നുണ്ട് UPIയുടെ ഇപ്പോഴത്തെ 2024 മാത്രം നമ്മുടെ UPI, ഇന്ത്യയുടെയാണ് ഇന്ത്യയുടെ UPI എന്ന സംവിധാനം 2004 എന്ന ഒറ്റ കൊല്ലം മാത്രം ഉപയോഗിച്ചതിൻ്റെ കണക്ക് ജാക്മ പറയുന്നുണ്ട്. 100 ബില്യൺ ഇടപാടുകളാണ് നടത്തിയത് UPI. 100 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണെന്ന് ഓർക്കണം, ഇൻറ്റു 100. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 100 ബില്യൺ ഇടപാടുകൾ ഒരൊറ്റ കൊല്ലം നടത്തിയിരിക്കുന്നു UPI. ലോകത്തിലെ ഒരു ഇടപാട് സമാനമായ മറ്റൊരു സാങ്കേതിക വിദ്യയ്ക്ക് ഇത് സാധിച്ചിട്ടില്ല എന്ന് ജാക്മ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വലിയ പുരോഗതിയാണ് നേടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് ജാക്മ. അദ്ദേഹത്തിൻ്റെ ഈ ലോകം മുഴുവൻ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യൻ പ്രൊപ്പഗാൻഡ ഉണ്ടല്ലോ, ഇന്ത്യക്ക് വേണ്ടിയുള്ള ഈ മഹത്തായ പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് 5 പാഠങ്ങൾ നിങ്ങൾക്ക് പാഠമാകണം. ഇന്ത്യ 5 പാഠങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, നിങ്ങൾ ഇനിയുള്ള കാലത്ത് ഈ വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ആപ്പ്, നമ്മുടെ കുട്ടികളെ കളിപ്പിക്കാനും അങ്ങനെയുണ്ടല്ലോ, ഈ അങ്ങനെയുള്ള ആപ്പുകൾക്ക് വല്ലാതെ സമയം കളയണ്ട. അത് നിങ്ങളുടെ മേഖല അതല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് AI സാങ്കേതിക വിദ്യ എന്ന് ലോകത്തെ പഠിപ്പിച്ച രാജ്യമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അതിൽ തന്നെയാണ് ഊന്നേണ്ടത്, മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. എന്നുവെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനുജി ആലോചിച്ച് നോക്കൂ, ഒരു ഓട്ടോറിക്ഷക്കാരന് നമ്മൾ ഇപ്പോൾ കാശ് കൊടുക്കണ്ടല്ലോ. മത്സ്യം വിൽക്കുന്നവർക്ക്, പച്ചക്കറി വിൽക്കുന്ന, ഇതൊരു ചെറിയ വിപ്ലവമാണ്. ഈ വിപ്ലവത്തിന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. ഇന്ത്യയുടെ വലിപ്പം അറിഞ്ഞൂടാന്ന് പറഞ്ഞൂടെ? നമ്മൾ നേടിത്തന്ന, ഇപ്പോൾ ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നേടിയ വലിയ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UPI ആണ്. ആ വഴി തന്നെ നിങ്ങൾ തുടരണം. നിങ്ങൾ വിനോദത്തിന് വേണ്ടി ആപ്പുകൾ ഉണ്ടാക്കി സമയം കളയണ്ട, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കേണ്ടത് മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഊന്നേണ്ടത്. അങ്ങനെ ഊന്നുമ്പോൾ 142 കോടി മനുഷ്യരുടെ പ്രതിജന ഭിന്നമായ വിവരങ്ങളാണ് ഡാറ്റ. അതാണ് നിങ്ങളുടെ സ്വർണം. അത് നിങ്ങൾക്ക് ലോകത്തിന് സമർത്ഥമായിട്ട് വിൽക്കാൻ പറ്റും, കച്ചവടം ചെയ്യാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ കൊമോഡിറ്റി ഡാറ്റയാണല്ലോ, അത് വിൽക്കാൻ പറ്റും എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ വിനോദങ്ങളിൽ ഊന്നരുത്, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഊന്നണം. അദ്ദേഹത്തിൻ്റെ 5 ലെസൺസ് ആണ്. അതിൽ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പമായി പറഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ അനാർക്കിയാണ്, നിങ്ങളുടെ അരാജകത്വം. അതിനെ ആയുധമാക്കണം. അനാർക്കി നിങ്ങളുടെ ഏറ്റവും വലിയ ശേഷിയാണ്. കാരണം നിങ്ങളെ തുറന്നുവിടുക, ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാമെന്ന് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ഗവൺമെൻറ് രക്ഷിച്ചു കൊള്ളാമെന്ന് പറയുകയല്ലാതെ ഇനി പറഞ്ഞാൽ പോലും സാധ്യമല്ല. പക്ഷെ നിങ്ങൾ തുറന്നു വിടുകയാണ്, നിങ്ങൾ ജീവിച്ചുകൊള്ളുക, അതിജീവിച്ചു കൊള്ളുക. അത് അപാരമായ സാധ്യതയാണ്. നിങ്ങളെ പിന്നാലെ നടന്ന് കൺട്രോൾ ചെയ്യുന്നില്ല. അമേരിക്കയെ പോലെ നിങ്ങൾക്ക് സുരക്ഷിതമായ ജീവിത സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഒരുക്കി തന്നിട്ടില്ല, ഡൺ, സമ്മതിച്ചു. അതേസമയത്ത് ചൈനയെ പോലെ നിങ്ങളുടെ പിന്നാലെ നടന്നിട്ട് ഫയർവാളുമായിട്ട് നടന്നിട്ട് നിങ്ങളെ നിയന്ത്രിക്കാനും വരുന്നില്ല. നിങ്ങളെ തുറന്നു വിടുകയാണ്. ഈ അനാർക്കിയെ നിങ്ങൾ ഇന്ത്യയുടെ സാധ്യതയാക്കി വളർത്തുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും തിരിച്ചറിയുക. അതാണ് അദ്ദേഹം രണ്ടാമത് പറഞ്ഞ കാര്യം. മൂന്നാമത്, നിങ്ങൾ തുറന്ന സിസ്റ്റംസ് ഉണ്ടാക്കുക, UPI പോലുള്ള സിസ്റ്റംസ്. അല്ലാതെ നിങ്ങളൊരു NVIDIA ഉണ്ടാക്കാനല്ല മെനക്കേണ്ടത്, നിങ്ങളൊരു ഗൂഗിൾ പേ ഉണ്ടാക്കാനല്ല മെനക്കേണ്ടത്. അതിന് പകരം അനേകം ഗൂഗിൾ പേകൾക്ക് സാധ്യതയുള്ള UPI പോലുള്ള തുറന്ന സിസ്റ്റങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നേരത്തെ സിനുജി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, ട്രസ്റ്റ് ഓൺ യൂത്ത്. നിങ്ങൾ ചെറുപ്പക്കാരിൽ വിശ്വാസം അർപ്പിക്കുക. അപാരമായ പവറുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക്. ഇന്ത്യൻ ചെറുപ്പക്കാർ അതിജീവിക്കാൻ പഠിക്കും. നിങ്ങൾ അവരെ വെറുതെ ഈ അനാർക്കിയിൽ അങ്ങോട്ട് തുറന്നു വിട്ടാൽ മതി, അവർ ലോകത്തിൽ എവിടെയും പോയി ജീവിച്ചോളൂ. അവർക്ക് അപാരമായ കാലിബർ ഉണ്ട്. ആ യുവത്വത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ഈ തന്ത വൈബിലല്ല, പുതിയ ജനറേഷനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, തിങ്ക് ഗ്ലോബൽ.
നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ട് ഹൈദരാബാദ് എന്ന കൊച്ചു നഗരത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ പൂനെ എന്നൊരു നഗരത്തെക്കുറിച്ചല്ല, ബാംഗ്ലൂർ സിറ്റിയെക്കുറിച്ചല്ല. നിങ്ങൾ ഗ്ലോബലായിട്ട് ചിന്തിക്കുക. ഗ്ലോബലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെപ്പോഴും ഈ അമേരിക്കൻ ഡെവലപ്മെൻറ്റിൻ്റെ സാങ്കേതികവിദ്യയുടെ, ചൈനീസ് സാങ്കേതികവിദ്യയുടെ ഒക്കെ പുറകിലാണ്. നല്ല, നിങ്ങളുടെ സാങ്കേതികവിദ്യയാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ നിങ്ങളെക്കാൾ ദരിദ്ര രാജ്യങ്ങളാണ്. അവർ നിങ്ങളുടെ സാങ്കേതികവിദ്യയാണ് കാത്തിരിക്കുന്നത്. അതുപോലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ടല്ലോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലേഷ്യ, സിംഗപ്പൂർ, ഈ വിയറ്റ്നാം, ആ മേഖലയുണ്ടല്ലോ, ആ മേഖല നിങ്ങളുടെ സാങ്കേതികവിദ്യക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബോധ്യം, ഈ സൗത്ത് അമേരിക്ക ഉണ്ടല്ലോ, എന്താണ് പറയുക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ മാതൃകയാക്കാൻ കാത്തിരിക്കുന്ന ഇന്ത്യയാണ്. അതുകൊണ്ട് തിങ്ക് ഗ്ലോബലി. നിങ്ങൾ മെയ്ക്ക് ലോക്കലി ആൻഡ് തിങ്ക് ഗ്ലോബലി. നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കൊച്ചു സ്റ്റാർട്ടപ്പ് പോലും, ബൈജു എന്ന് പറയുന്ന ഒരു മലയാളിയുടെ ഒരു ആപ്പ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ക്ലാസ് മുറിയായി മാറിയെങ്കിൽ നിങ്ങൾ ലോകത്തിന് വേണ്ടി ചിന്തിക്കുക, ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുക. അദ്ദേഹം നൽകുന്നൊരു വലിയ പാഠമാണ്. അതുകൊണ്ട് ജാക്മായുടെ നിർദ്ദേശം, എനിക്ക് തോന്നുന്നു ജാക്മായുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്, ഇന്ന് ഇന്ത്യക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധനും വ്യവസായിയുമായ ജാക്മ ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യയുടെ യുവത്വത്തിനും നൽകുന്ന ഈ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് അപാരമായ വലുതാണ്. വലിയ കയ്യടിയോടെ അത് ഇന്ത്യക്കാർ സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അതിനകത്തെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറാകണം. ഈ സമയത്ത് നമ്മുടെ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യവും അത് ഉൾക്കൊള്ളട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.